തിരുവോണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ തൃക്കാക്കരപ്പന്റെ നിർമ്മാണം തൃശൂർ കൊടകര കുമ്പാരത്തെരുവിലെ വീടുകളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണം കൊള്ളുന്നതിനായി വീടുകളിൽ പ്രതിഷ്ഠിക്കാനായുള്ള വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കിയെടുക്കുന്നത്. കർക്കിടകം പിറക്കുന്നു തൊട്ട് തന്നെ കൊടകരയിലെ കുമ്പാര സമുദായക്കാരായ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും. ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം. 5 ഇഞ്ച് മുതൽ 3 അടി വരെയുള്ള തൃക്കാക്കരയപ്പനെ ഇവർ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളതെന്ന് കൊടകര കുമ്പാരത്തെരുവിലെ ബാബു പേരാമംഗലം പറയുന്നു. എല്ലാ വർഷത്തെ മാതിരി തന്നെ ഇപ്രാവശ്യം വില കുറവാണ്. മണ്ണിന് വില കൂടി, പിന്നെ പെയിന്റ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. കാരണന്മാരായിട്ട് പണിത് ഇറക്കുന്ന സംഭവമാണ് തൃക്കാക്കരപ്പൻ ഓണത്തിന്. ആ കാലം വെച്ച് നോക്കുമ്പോൾ വിലയൊന്നും ഇപ്പൊ വില കിട്ടണില്ലേ. വലിപ്പത്തിനനുസരിച്ച് 50 രൂപ മുതൽ 300 രൂപ വരെ വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത്. ഓണക്കാലത്തെ IRDP മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പൻ എത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത്. പുതിയ വൈവിധ്യമുള്ള ഡിസൈനുകൾ വരച്ചും നിറം കൊടുത്തും ആകർഷകമാക്കിയ തൃക്കാക്കരയപ്പന്മാർ ഓണത്തെ വരവേൽക്കാൻ കൊടകരയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിർമ്മാണ ചെലവ് ഗണ്യമായി വർദ്ധിച്ചിട്ടും ഇതിനനുസൃതമായ തോതിൽ വില ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.